അജയ് ആർ മുത്തു ഡയറക്റ്റ് ചെയ്ത് അരുൾനിധി കേന്ദ്ര കഥാപാത്രം എഴുതിയ ഡിമാൻഡി കോളനി 2 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2015 ഇറങ്ങിയ സീക്വലാണ്. നമുക്കറിയാം, എനിക്ക് ആ ഡിമാൻഡി കോളനി എന്ന സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. കാരണം പതിയെ തുടങ്ങി നമ്മളെ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ സിനിമയിലുടനീളം ഉണ്ട്. മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയും അവസാനം ഒരു ഗംഭീര ട്വിസ്റ്റോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. നിറയെ നമ്മളെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹൊറർ എലമെൻറ്റ്സ് അത്യാവശ്യം നല്ല രീതിയിൽ അവതരിപ്പിച്ച ഒരു ഹൊറർ മൂവിയാണ്. തമിഴിലെ വൺ ഓഫ് ദി നല്ലൊരു പടമാണ് ഡിമാൻഡി കോളനി. അപ്പോൾ അതിൻ്റെ സീക്വൽ വരികയാണ് 9 വർഷങ്ങൾക്ക് ശേഷം. ആ സീക്വലിൽ നിന്ന് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ആ ഒരു കഥയിൽ ആ ക്യാരക്ടേഴ്സിന് പാരലായിട്ട് ആ ഭാഗത്ത് തന്നെ നടക്കുന്ന മറ്റൊരു കാര്യം പാരലായി കൊണ്ടുവരികയും അത് ഈ ഫസ്റ്റ് പാർട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ സ്റ്റോറി എലവേറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. തുടക്കത്തിൽ ഡെബി എന്ന ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രിയ ഭവാനി ശങ്കറാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അതിനുള്ളിൽ മിസ്റ്ററി എന്തുകൊണ്ടാണ് ആൾക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവുകയും ആ ആത്മാവ് തന്നോട് എന്തോ സംസാരിക്കാൻ തയ്യാറാണെന്നും തോന്നലുണ്ടാവുകയും അങ്ങനെ ഒരു ബുദ്ധി സന്യാസിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ നമ്മുടെ ക്യാരക്ടർ അറിയാം, അവസാനത്തെ ക്ലൈമാക്സ് നമുക്കറിയാം. അപ്പോൾ പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന രീതിയിൽ മനസ്സിലാക്കുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കഥ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് ഒരുപാട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നല്ലൊരു ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. കാരണം അത് ടോട്ടാലിറ്റിയിൽ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ സ്ക്രീൻ പ്ലേ വൈസ് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം സ്റ്റോറി വൈസ് ഇത് എലവേറ്റ് ചെയ്ത രീതിയും ആ ഫസ്റ്റ് പാർട്ടിൽ കുറേ അധികം മിസ്റ്ററി ഉണ്ടെങ്കിലും നമുക്ക് കുറേ അധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കഴിയുമ്പോഴായാലും ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ. ആ ഡിമാൻഡി കോളനി എന്താണ്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗേക്ക് കടക്കുന്നത് ഈ സെക്കൻഡ് പാർട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, ആ വേൾഡ് ഓഫ് ഡിമാൻഡി കോളനി എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ എക്സ്പാൻഷൻ നടക്കുന്നത് ഈ സിനിമയിലാണ്. ആൻഡ് ടൈൽ എൻഡ് നമുക്കൊരു തേർഡ് പാർട്ടിനോടുള്ള ഒരു ലീഡ് തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സോ അതും ആ ഒരു സംഭവം ഈ ഫസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന ആ സ്റ്റോറി എങ്ങനെ കണക്റ്റ് ആകുന്നുള്ള രീതിയിൽ അവർ കാണിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഒരു പൊസിഷനിൽ ഈ സിനിമ പക്ഷേ ഭയങ്കരമായി പ്രെഡിക്റ്റബിൾ ആയി പോകുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ലാഗ് ഫീൽ ചെയ്തു. കാരണം ഒരു പൊസിഷനിലെത്തി നമുക്ക് മനസ്സിലായി ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, ഇനി അടുത്ത് ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്, നമുക്ക് ആൾറെഡി പ്രെഡിക്റ്റബിൾ ആയിരുന്നു. സോ അതിനെ ഒന്ന് പെട്ടെന്നൊരു ട്രിം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് സ്ക്രീൻ പ്ലേ വെച്ച് ചെയ്യുന്നതിന് പകരം അവിടെ തന്നെ കുറേ കാര്യങ്ങൾ കാണിച്ച് ചുമ്മാ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലിപ്പിച്ചൊരു ടൈം ആക്കി. അത് ഭയങ്കരമായി സിനിമയുടെ ടോട്ടാലിറ്റിയെ തന്നെ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 മണിക്കൂറിനകത്തെങ്കിലും സിനിമ ഉൾപ്പെടുത്തായിരുന്നു, അല്ലെങ്കിൽ അതിൽ താഴെയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഡ്യൂറേഷനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ 2.5 മണിക്കൂർ മിനിമം എന്നുള്ള രീതിയിലൊന്നും ഇല്ല. സോ അങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ സിനിമ അത്യാവശ്യം ഒരു ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഡിമാൻഡി കോളനിയും ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഈ സിനിമ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ്. ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. അതിന് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണെന്നുള്ളത് നമുക്ക് തോന്നും. അത് കഴിഞ്ഞ അടുത്തത് കാണിച്ചാണെങ്കിൽ നമുക്ക് അറിയായിരുന്നു ഇതിപ്പോൾ എന്നുള്ള രീതിയിൽ മൈൻഡ് മാറുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ ഡിമാൻഡി കോളനി 2 OTT റിലീസായി എത്തിയിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തവർ കാണുക. കണ്ടിട്ട് ഈ സിനിമേൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മെയ്യഴകൻ സിനിമയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.